IFFKയിൽ പ്രദർശനാനുമതി നിഷേധിച്ച സിനിമകളെല്ലാം പ്രദർശിപ്പിക്കാൻ ചലച്ചിത്ര അക്കാദമിക്ക് സർക്കാർ നിർദ്ദേശം. മന്ത്രി സജി ചെറിയാനാണ് അക്കാദമിക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി മഹേഷ് ചന്ദ്രൻ ചേരുകയാണ്. മഹേഷ്, അങ്ങനെ അനുമതി നിഷേധിച്ചതിനെതിരെ ആർജവമുള്ള നിലപാട് കൈക്കൊള്ളുന്നു സംസ്ഥാന സർക്കാർ. ഏത് നിലയ്ക്കാണ് തീരുമാനം? സംഗീത 19 സിനിമകൾ, പലസ്തീൻ ചിത്രങ്ങളടക്കം 19 സിനിമകളാണ് കഴിഞ്ഞ ദിവസം രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ വിലക്കിയത്. വിലക്ക് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്നാൽ ഈ പ്രദർശനം നിശ്ചയിച്ചതിൽ 4 ചിത്രങ്ങൾക്ക് ഇന്ന് അനുമതി വിലക്ക് നീക്കി നൽകിയിരുന്നു. പക്ഷേ 15 ചിത്രങ്ങൾ നിലവിൽ തന്നെ വിലക്കിയ അവസ്ഥയിൽ തന്നെയായിരുന്നു. ആ ചിത്രങ്ങളെല്ലാം തന്നെയും ഈ IFFKയിൽ ഈ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ പ്രദർശിപ്പിക്കണമെന്ന പ്രത്യേക നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി സജി ചെറിയാൻ ചലച്ചിത്ര അക്കാദമിക്ക് നൽകിയിരിക്കുന്നത്. അക്കാദമി ചെയർമാൻ റസൂൽ പുക്കുട്ടിക്കും അതുപോലെ തന്നെ അക്കാദമിക്കും പ്രത്യേക നിർദ്ദേശം അദ്ദേഹം നൽകിയിരിക്കുന്നു. ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ വിലക്കിൽ ഉള്ള 15 ചിത്രങ്ങൾ, പലസ്തീൻ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള 15 ചിത്രങ്ങളും എന്ത് വന്നാലും പ്രദർശിപ്പിച്ചേ മതിയാകൂ എന്ന നിലപാടിലേക്കാണ് സംസ്ഥാന സർക്കാർ നീങ്ങിയിരിക്കുന്ന. അത്തരത്തിലേക്ക് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയവുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിനുകൂടി കളമൊരുങ്ങുകയാണ് ഈ മേളയുമായി ബന്ധപ്പെട്ട്. സംഗീത, തീർച്ചയായും മഹേഷ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയവുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകും. അതിന് ഏത് നിലയ്ക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നോക്കിക്കാണുന്നത്? ഏത് വിധേനയും ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയുള്ള ഉറച്ച തീരുമാനം തന്നെയല്ലേ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ളതെന്ന്? തീർച്ചയായിട്ടും സംഗീത, ഈ ചിത്രങ്ങൾക്ക് തന്നെ നമുക്കറിയാം രാജ്യാന്തര ചലച്ചിത്ര മേളയിലേക്ക് സിനിമകൾ വരുമ്പോൾ ആ സിനിമകൾ ഇവിടെ സെൻസർ ചെയ്ത സിനിമകളല്ല, പ്രത്യേക ഒരു അനുമതിയാണ് സിനിമകൾക്ക് നൽകുക പ്രദർശനത്തിന് വേണ്ടിയിട്ട്. കാരണം ഫിലിം ഫെസ്റ്റിവലിലെല്ലാം തന്നെ അത്തരത്തിലേക്കാണ്, രാജ്യാന്തര മേളയിലെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. അത്തരത്തിലേക്ക് ഉള്ള ഒരു പ്രത്യേക അനുമതിയുടെ ആവശ്യമായിരുന്നു കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം നൽകേണ്ടത്. ആ അനുമതി നിഷേധിക്കുകയാണ്. ഇതിനകത്ത് രസകരമായ ഒരു കാര്യമായിരുന്നു, ബീഫ് എന്ന സ്പാനിഷ് ചിത്രത്തിന്റെ അനുമതി നിഷേധിച്ചിരുന്നു. എന്നാൽ അത് ബീഫിനെ കുറിച്ചോ അതുമായി ബന്ധപ്പെട്ടോ ഒരു കഥ പരിശ്രമമായിരുന്നില്ല ആ സിനിമയ്ക്കുണ്ടായിരുന്നത്. അതടക്കം ബീഫ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ, ഈഗിൾസ് ഓഫ് ദ റിപ്പബ്ലിക്, ഹാർട്ട് ഓഫ് ദ വോർസ് എന്നീ ചിത്രങ്ങൾക്ക് ഇന്ന് അനുമതി നൽകിയതിന് 4 ചിത്രങ്ങൾക്ക് ഇന്ന് പ്രത്യേക അനുമതി നൽകുകയും 15 ചിത്രങ്ങൾക്കുള്ള വിലക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സംഗീത. ശരി മഹേഷ്.